മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അതീവ ദ്രുതഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 6 വർഷം കൊണ്ട് ഏതാണ്ട് ഒരു 60 വർഷത്തിൻ്റെ മുന്നേറ്റം നടത്താൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരും മധ്യവർഗ വിഭാഗത്തിൽപ്പെടുന്നവരും സാമ്പത്തിക ശേഷി ഉള്ളവരും എല്ലാം ഈ സംരംഭത്തോട് ഒരുപോലെ സഹകരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശിവദാസന്റെ കുശാഗ്രമായ നേതൃത്വം ഇമ്പിച്ചിബാവ മെമ്മോറിയൽ കോപ്പറേറ്റീവ് ആശുപത്രിയെ വളരെ വലിയ വളർച്ചയിലേക്ക് നയിക്കുന്നു എന്നുള്ളത് ഞാൻ ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മളുടെ ആശുപത്രി ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. CT സ്കാനിന്റെ സൗകര്യം നമ്മളുടെ ആശുപത്രിയോടനുബന്ധിച്ച് യാഥാർത്ഥ്യമാവുകയാണ്. ബഹുമാന്യനായിട്ടുള്ള നമ്മളുടെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവറുകളാണ് CT സ്കാനിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഇന്ന് ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് മലപ്പുറത്ത് പതാക ഉയർത്തേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിലായിരുന്നു നിക്ഷിപ്തമായിരുന്നത്. അത് നിർവഹിക്കാൻ വേണ്ടി വയനാട്ടിൽ എത്രയോ ദിവസങ്ങളായി ഊണും ഉറക്കവും ഒഴിച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മന്ത്രി ഇവിടെ എത്തിയ സന്ദർഭത്തിൽ നമ്മളുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. ഒരു നാട്ടിൽ ഒരു സഹകരണ ആശുപത്രി വന്നാലുള്ള നേട്ടം എന്താണ് എന്ന് ആലത്തിയൂർക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആശുപത്രി തുടങ്ങുക എന്ന് പറയുന്നത് മറ്റേതൊരു സംരംഭം ആരംഭിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടുള്ളതാണ്. അതിൻ്റെ ബാലാരിഷ്ടതകൾ മറികടക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ജോലിയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. CT സ്കാനിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും അതിനുശേഷം സംസാരിക്കുവാനും കേരളത്തിൻ്റെ കർമ്മോത്സുകനായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി, എനിക്കേറെ സ്നേഹാദരങ്ങളുള്ള ശ്രീ രാജൻ അവറുകളെ എല്ലാ ആദരങ്ങളോടും കൂടി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. KT ജലീൽ, പ്രിയപ്പെട്ട MLA ജലീലിക്ക പ്രാഥമികമായി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായമാണ്. ഇമ്പിച്ചുവാവയെ പോലെ നമ്മുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉദാത്തമായ സംഭാവന ചെയ്ത ഒരു മനുഷ്യൻ്റെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരാശുപത്രി 110ഓളം കിടക്കകൾ ആളുകൾക്ക് വേണ്ടി ലഭ്യമാക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സകളും ലഭിക്കുകയും ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ഉൾമേഖലയിൽ തന്നെ CT സ്കാനിങ് കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആശുപത്രിയായി വീഴുക എന്ന അഭിമാനബോധത്തിൻ്റെ ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ആശുപത്രിയോടൊപ്പം അതിൻ്റെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്ന നടപടിക്കാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് തുടക്കം കുറിച്ചത്. സാധാരണ ഒരാശുപത്രിയിൽ വന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംവിധാനം ആരംഭിക്കുന്നതിനേക്കാൾ
സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സഹകരണ ആശുപത്രിയാകുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് ലഭ്യമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ സന്തോഷവും അഭിമാനവും ഈ കാര്യത്തിൽ തോന്നുന്നുണ്ട്. ആശുപത്രിയിലെ CT സ്കാൻ സംവിധാനം തുടർന്ന് അവിടെ പോയി സ്വിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടതായിരിക്കും ചടങ്ങ് എന്ന വിശ്വാസത്തോടെ ഔപചാരികമായി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമേ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചെയർമാൻ പറഞ്ഞ മറ്റൊരു കാര്യം, ചില CMDRFകൾ കൂടി ഇവിടെ നൽകാനുണ്ട് എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. അത് അതിനേക്കാൾ അഭിമാനകരമായ മനക്കരുത്ത് കൊണ്ടൊരു പാലമുണ്ടാക്കി. അത് ഏണി എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന സാധാരണ സ്റ്റീലിൻ്റെ കോണിയും കിട്ടാവുന്ന കവുങ്ങുകളും കിട്ടാവുന്ന മുളയും പിന്നെ കയറും അതിൻ്റെ കൂട്ടത്തിൽ അവിടെ എത്തിച്ചേർന്ന സന്നദ്ധ പ്രവർത്തകരുടെ ഹൃദയത്തിൻ്റെ കരുത്തും കൊണ്ട് ഒരു പാലം ഉണ്ടാക്കിയപ്പോൾ രാത്രി 7:30 മണിക്കുള്ളിൽ 486 നിലവിളികൾ നമുക്ക് പുഴയ്ക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. ജനങ്ങളിൽ ഒരു സംസ്ഥാനം ആകെ ഇടപെടുക എന്നുള്ളത് നേരിട്ട് പിറ്റേന്നു തന്നെ അവിടെ എത്തിച്ചേർന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. അവിടെ മന്ത്രിസഭയുടെ ഉപസമിതി തീരുമാനിച്ചു. ഓരോ ദിവസവും വേദനാജനകമായിട്ടുള്ള ഓർമ്മകളുടെ നടുവിലും തകർന്നുപോയ വയനാടിനെ തിരിച്ചു പിടിക്കാൻ എല്ലാ വിധത്തിലും 3.5 കോടി മലയാളിക്ക് വേണ്ടി മുഖ്യമന്ത്രിയോടൊപ്പം കേരളം ആകെ നടക്കുന്ന, ലോകത്തെ മനുഷ്യനാകെ നടക്കുന്ന അപൂർവമായ കാഴ്ചയ്ക്ക് വയനാട് വേദിയാവുകയായിരുന്നു. ഒരാശുപത്രിയിൽ വന്നു നിന്ന് പറയുമ്പോൾ പ്രയാസമുണ്ട്. ഈ സംഭവം നടന്ന രാത്രി 12 മണിക്ക് ഞാനും റിയാസ് മിനിസ്റ്ററും കൂടി ആസ്റ്റർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്വാസം അപ്പോൾ വലിക്കാൻ ഓക്സിജൻ സിലിണ്ടർ മാറിയതുകൊണ്ട് ശ്വാസം വലിക്കാൻ പറ്റിയ ഒരമ്മ, എൻ്റെ അമ്മയുടെ പ്രായം വരും, ഏതാണ്ട് അതേ ഉയരവും, അവരുടെ തീരാത്ത നിലവിളി കണ്ടപ്പോൾ ഞാൻ അവരെ കെട്ടിപ്പിടിച്ചു. അവരെന്നോട് പറഞ്ഞു, മോനെ കണ്ണ് പോയാൽ എത്ര സന്തോഷമായിരുന്നു എന്നോർക്കുന്ന ഘട്ടമാണ്, കാഴ്ച പോയാൽ എത്ര സന്തോഷമായിരുന്നേനെ എന്നോർക്കുന്ന ഘട്ടമാണ്. മുണ്ടക്കൈ നഗരം എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ ടൗൺഷിപ്പിൻ്റെ തൊട്ടപ്പുറത്ത് സുദേവൻ്റെ വീടിൻ്റെ പിറകിൽ നാസർ എന്നൊരു സുഹൃത്തിൻ്റെ വീടുണ്ട്. അവർ 6-7 വീടുകൾ ഒരുമിച്ചാണ്. ഈ അമ്മ പറയുകയാണ്, ആ 2 മക്കളെ ഞാൻ പെറ്റില്ലെങ്കിലും ഞാൻ പെറ്റിട്ടതുപോലെ വളർത്തിയിരുന്ന 2 മക്കളാണ്. താഴെയുള്ള 11 വയസ്സുകാരൻ്റെ തലയിലേക്ക് കോൺക്രീറ്റിൻ്റെ സൈഡ് വീഴാതിരിക്കാൻ ജ്യേഷ്ഠൻ തലകൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്ന നേരത്താണ് അവർ ഉറക്കെ നിലവിളിച്ചത്, ഞങ്ങളുടെ പേര് പറഞ്ഞു. ഇരുട്ടിൽ ഞങ്ങൾ ഓടിച്ചെന്നു. 10 മീറ്റർ അപ്പുറം വരെ ഞങ്ങൾ എത്തി. പക്ഷേ അങ്ങോട്ട് കടക്കാനാകുന്നില്ല, ഉഴുന്നു പോകുകയാണ് മണ്ണിലേക്ക്. ആ അമ്മ പറഞ്ഞു, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ആ ജ്യേഷ്ഠനും അനിയനും, ഞാൻ എൻ്റെ സാരി എറിഞ്ഞു കൊടുത്തു, സാറേ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്നറിയാൻ. എൻ്റെ മകൻ ഒരു വടി കിട്ടിക്കൊടുത്തു, ഇവരെ കിട്ടുമോ എന്നറിയാൻ. ആ അമ്മ പറഞ്ഞു, ഈ 2 മക്കളും ആ കോൺക്രീറ്റ് തലയിൽ താങ്ങി ആ മണ്ണിലേക്ക് പൂഴ്ന്നു പോയിട്ടുണ്ട്, അവരെവിടെയാണ് എന്ന് അറിയില്ല, ഞങ്ങൾ ഇതുവരെ തെരഞ്ഞിട്ടും അവരെ കിട്ടിയിട്ടുമില്ല. അവിടെ ഏറ്റവും അറ്റത്തുള്ള പുഞ്ചിരിമറ്റം ഇനി പുഞ്ചിരി ഇല്ലാത്ത നാടാണ്. പുഞ്ചിരിമറ്റത്തിൻ്റെ ഏറ്റവും അറ്റത്തേക്ക്, പ്രഭവ കേന്ദ്രത്തിൻ്റെ അടുത്തേക്ക് ഞാനും ബഹുമാനപ്പെട്ട വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനും കൂടി 4-വീൽ ജീപ്പിൽ പോയി പിന്നെ നടന്നു കയറി. അവിടെ സേനൻ എന്ന ഒരാളുടെ വീടുണ്ട്. അയാളാണ് ഈ ദുരന്തത്തിന്റെ ആദ്യ പ്രവാചകൻ. ഇത് ആദ്യമായി പറഞ്ഞയാൾ, ആദ്യം ചെറിയ ശബ്ദം കേട്ട് നാട്ടുകാരെ മുഴുവൻ പറഞ്ഞയച്ചയാൾ. പക്ഷേ ചേനന് കുറച്ച് തേനീച്ച കൂടുകളുള്ളത് കൊണ്ട് ഇറങ്ങാൻ വിസമ്മതിച്ച് ചേനനും ചേനന്റെ ഭാര്യ ചണ്ണയും കൂടി അതിനുമപ്പുറത്ത് പ്രഭവ കേന്ദ്രത്തിനോട് ചേർന്നുള്ള ആദിവാസി കോളനിയിൽ അവർ മാത്രമായി താമസിക്കുകയാണ്. അവരെ ഇറക്കാനുള്ള അഭ്യർത്ഥനയുമായി ഞങ്ങൾ അവിടെ ചെന്നു. സഹകരണ ബാങ്കിന്റെ 1 ലക്ഷം രൂപ. അടുത്തത് പുറത്തൂരിൽ ഒരു ദിവസത്തെ ചായക്കച്ചവടത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രതിഫലം 7500 രൂപ. മൊയ്തീൻ പുറത്തൂർ.
അനന്യ സിക്തറിന്റെയും മകൾ ചെറിയ ആശംസകളെ വിശദമായി തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചും മന്ത്രിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പുരോഗതിയിലേക്ക് ഈ ആശുപത്രി പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളെല്ലാവരും പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.